നമ്മൾ ഫോൺ വെച്ച് നമ്മൾ വ്ളോഗ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് നാളായി ഞാൻ വീഡിയോ ചെയ്തിട്ട് 2 മാസത്തോളമായി. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ചെറിയൊരു ക്യാം വാങ്ങണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നടന്നില്ല. പിന്നെ ഞാൻ അന്വേഷിക്കായിരുന്നു ഈ മൊബൈൽ എങ്ങനെ ഹെൽമെറ്റുമ്പോൾ ഹോൾഡ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ കുറേ വീഡിയോസൊക്കെ കണ്ടു, കുറേ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തു. അവസാനം ഞാൻ കണ്ടുപിടിച്ചു ഒരു സംഭവം, ഒരു ട്രൈപോഡ് പോലത്തെ ഒരു സംഭവം. അത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് മോട്ടോ വ്ളോഗിങ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ക്യാമറയില്ല, വലിയ സെറ്റപ്പ് ഒന്നുമില്ല, ഒരു ഫോണേ ഉള്ളൂ കയ്യിൽ. ഇത് വെച്ച് എങ്ങനെ ഒരു ഹെൽമെറ്റിൽ ക്ലാമ്പ് ചെയ്ത് നമുക്ക് മോട്ടോ വ്ളോഗിങ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ഈ സബ്സ്ക്രൈബും ഇതൊന്നും ചെയ്യാൻ പറയാനില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തേക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ 2 സാധനം ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഹെൽമെറ്റിൽ ഫോൺ വയ്ക്കാനുള്ള ആ ഒരു മൗണ്ട് കണ്ടോ. അത് ട്രൈപോഡിൻ്റെ സെറ്റപ്പാണ് കേട്ടോ. ഇത് ഉണ്ടോ, ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇത് ആക്ഷൻ ക്യാമറയൊക്കെ ഹോൾഡ് ചെയ്യുന്ന സാധനങ്ങളാണ് ഉണ്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയത്. ഒന്ന് ഹെൽമെറ്റ് വെക്കാനുള്ള കുറച്ച് മൗണ്ട് കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഹോൾഡർ, മൊബൈൽ ഹോൾഡ് ചെയ്യാൻ പറ്റിയൊരു നല്ല ഹോൾഡർ നോക്കി വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് എയർ വന്ന് തട്ടിയാലും മൊബൈൽ നിലത്ത് വീഴാനുള്ള ചാൻസ് വളരെ കുറവാണ്. നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു നല്ല ഒരു ബ്രാൻഡാണിത്. അപ്പോൾ ഇത് തന്നെ ഞാൻ നോക്കി, ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ടാവും. പിന്നെ അതുപോലെ എക്സ്ട്രാ നമ്മളിതിങ്ങനെ ഈ ഒരു നെറ്റ് കണ്ടോ, ഇത് ഒരെണ്ണം വാങ്ങേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് ഉള്ള സ്ഥലത്ത് നമ്മൾ പതിയെ ഒരു സാൻഡ് പേപ്പറോ അങ്ങനെ എന്തെങ്കിലും വെച്ച് പതിയെ ഒന്ന് ഉരച്ചു കൊടുക്കുക. ഉരച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല ഒരു ഗ്രിപ്പ് അവിടെ കിട്ടും. ഇങ്ങനെ മിനുസമായിട്ട് കിടന്നു കഴിഞ്ഞാൽ അത് ഒട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് MC-യിലാണ് ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ. കാരണം മറ്റുള്ള പശകൾ വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വിട്ട് പോരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ MC-യിൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ തണ്ടർ D1 നമ്മുടെ ഹെൽമെറ്റ് അതാണ്, വൈസർ ഞാൻ ഊരി വെച്ചേക്കാണ്. അത് നമ്മൾ അതിൻ്റെ കൂടെ കിട്ടിയ ആ ക്ലിപ്പ് ഉണ്ടല്ലോ, അത് ഇതിൽ ക്ലിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ മൊബൈൽ മൗണ്ടിൽ കണ്ടോ, ഇതിലാണ് നമ്മൾ ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ബാക്കിൽ ആ ടേപ്പ് നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക കണ്ടോ, അതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സെറ്റായി കണ്ടോ, നല്ല ഇനി വിട്ടുപോരും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഒട്ടിയിട്ടുണ്ട് കണ്ടോ. അതിൽ നമ്മുടെ സ്ക്രൂ കണ്ടോ, ഇങ്ങനത്തെ ഒരു ഇത് വെച്ചിട്ട്, ഈ സ്ക്രൂ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഉണ്ടല്ലോ, നമ്മുടെ മൊബൈൽ വയ്ക്കാനുള്ള ഹോൾഡറാണത്, ഒരു ട്രൈപോഡ് മൗണ്ടാണത്. അപ്പോൾ ഇതിൻ്റെ കണ്ടോ, ഇതിൻ്റെ താഴെ കണ്ടോ, ഈ ഒരു സംഭവം നമ്മൾ അഡീഷണൽ വാങ്ങേണ്ടതാണ് കേട്ടോ. ഈ ഒരു നെറ്റ്, ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ ബോക്സിൽ ഇട്ടേക്കാം. ഓക്കെ, ഈ ഒരു 3 ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇത് ഈ നെറ്റ് ഇതിൽ ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സാധനം പതിയെ കണ്ടോ ഇതിലേക്ക് ഇറക്കി നമ്മൾ നെറ്റ് വെച്ച് ടൈറ്റ് ചെയ്യണത് ഉണ്ടോ. ഇതിങ്ങനെ വയ്ക്കുന്നു. ഇതിന് കറക്റ്റ് ലെവലൊക്കെ നോക്കി കറക്റ്റ് സ്ട്രൈറ്റ് വെച്ച് നമ്മൾ ഈ സാധനം ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ മോട്ടോ വ്ളോഗിങ് സെറ്റപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫോൺ വെച്ച് നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, വളരെ ഈസിയാണ് കണ്ടോ. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇങ്ങനൊരു ഇത് ചെയ്തിട്ടില്ല എന്നാണ്. എല്ലാവരും തമിഴിലും ഹിന്ദിയിലൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, പക്ഷേ മലയാളത്തിൽ ചെയ്തിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് തുടങ്ങുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ, അതുപോലെ തന്നെ ക്യാമറ ഒന്നും മേടിക്കാനുള്ള സെറ്റപ്പ് ഒന്നും ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇത് വളരെ ഉപകാരപ്പെടും. അത് ഇല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ നടക്കാതെ പോകണ്ട. ഈ ഒരു സംഭവം നല്ലതാണ്. ഇനി ഇതിന് ചെയ്യാനുള്ളത്, നമ്മൾ ഫോൺ വെച്ച് നമ്മൾ വ്ളോഗ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വിൻഡിൻ്റെ ഒരു പ്രോബ്ലം വരും. വിൻഡ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റെക്കോർഡിംഗ് ഒന്നും കേൾക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹെഡ്ഫോൺ, അതായത് പഴയ വീട്ടിലൊരു ഹെഡ്ഫോണൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മൈക്ക് നമ്മൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്യണ ഒരു സെറ്റപ്പാണ്. അതും കൂടി കാണിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പഴയ ഒരു ഹെഡ്ഫോണിൻ്റെ മൈക്ക് ഇവിടെ ചുറ്റി ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ
ബാലൻസ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് ഇത് ടൈറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഒരിക്കലും വിൻഡിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല, നമുക്ക് ഈസി ആയിട്ട് സംസാരിച്ചാലും അത് കിട്ടും. ഇത് നമുക്ക് ഇവിടെ ഫോണിൽ ഇവിടെ കണക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആ മൊബൈലിൽ ഷൂട്ട് ചെയ്ത ആ വീഡിയോ ആണ് കേട്ടോ. മൊബൈലിൽ ഹെൽമെറ്റിൽ ഹോൾഡ് ചെയ്തിട്ട് ഇപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അത് ഫോണിന് ചെറിയൊരു സ്റ്റെബിലൈസേഷൻ ഉള്ളൊരു ഫോണാണ്. അഥവാ സ്റ്റെബിലൈസേഷൻ ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ഈ ഗൂഗിൾ ഫോട്ടോസിൽ വീഡിയോ സ്റ്റെബിലൈസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് വഴി അത് സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്റ്റഡി ആയിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക. കാരണം ഒരുപാട് ആൾക്കാർ എന്താ പറയുക, നമുക്ക് ഈ ക്യാമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മേടിക്കാൻ പറ്റാതെ മോട്ടോ വ്ളോഗിങ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മൊബൈലിൽ എൻ്റെ മൈക്ക് കണക്ട് ചെയ്തപ്പോൾ അത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് വീട്ടിൽ വന്ന് ചെക്ക് ചെയ്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായി ഞാനിത് വോയിസ് ഓവർ ചെയ്യുകയാണ്. പിന്നെ നിങ്ങൾ ഇത് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ ചെറുതായിട്ടൊന്ന് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. വേറെ ഒന്നുമില്ല, സ്പീഡാണ്. ബൈക്കിന് നമ്മൾ മോട്ടോ വ്ളോഗിങ് ചെയ്യുന്ന സമയത്ത് സ്പീഡ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അതായത് മാക്സിമം ഒരു 100 km/h മാക്സിമം പോയാലും വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ അതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ മൊബൈൽ കാറ്റ്, ഭയങ്കര വിൻഡ് ബ്ലാസ്റ്റ് ഉണ്ടാവും. അതുവഴി ചിലപ്പോൾ മൊബൈൽ നിലത്ത് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. ആ ഒരു കാര്യം മാത്രമാണ് നമ്മുടെ എന്താ പറയുക, മറ്റേ ആക്ഷൻ ക്യാമറകളിൽ നിന്ന് നമ്മളൊന്ന് സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യം. അതല്ലാണ്ട് ക്ലാരിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഇത് ടോപ്പാണ്, ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാം. ഇതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ സ്റ്റെബിലൈസ് ഒന്നും ചെയ്യാത്ത വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇട്ടേക്കണത്. അത് നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ ഇട്ടത്. ഞാൻ സ്റ്റെബിലൈസ് ഒന്നും ചെയ്യാതെ, ഒന്നും എഡിറ്റ് ചെയ്യാതെ അങ്ങനെ കിട്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട മറക്കാണ്ട് ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് മോട്ടോ വ്ളോഗിങ് ചെയ്യുന്നവരുണ്ടെങ്കിൽ തന്നെ, അവർക്ക് ഇപ്പോൾ എന്താ പറയുക, ഒരു വലിയ ഫിനാൻഷ്യൽ സെറ്റപ്പ് ഒന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ തന്നെ ഇത് വളരെ ഉപകാരപ്പെടും. ഞാൻ തന്നെ ഒരുപാട് വീഡിയോസൊക്കെ കണ്ട് കുറേ കാര്യങ്ങളൊക്കെ നോക്കി ഓരോ സ്ഥലത്തൊക്കെ സെർച്ച് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ ഈ സാധനം വാങ്ങിയത്. നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിക്കുമോ, നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. നല്ല രീതിയിൽ തന്നെ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് നമുക്കത് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറയാനുള്ളൊരു കാര്യം, MC തന്നെ യൂസ് ചെയ്യുക കേട്ടോ. MC തന്നെ വെച്ചിട്ട് അത് ഒട്ടിക്കാൻ ശ്രമിക്കുക, നല്ല രീതിയിൽ ഒട്ടിക്കാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ വേറെ ഏത് വശം വെച്ചാലും അത് പൊട്ടിപ്പോരും. പോയി കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ചിലപ്പോൾ നിലത്ത് വീണ് കഴിഞ്ഞാൽ അത് നശിച്ചു പോകും. അപ്പോൾ MC തന്നെ വെച്ച് നല്ല രീതിയിൽ അത് ഉണങ്ങിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. അതൊന്ന് ശരിക്കും ഒന്ന് പഴുത്തൊന്ന് പിടിച്ച് വലിച്ചൊക്കെ നോക്കുക. അത് വീഴുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അത് നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതൊക്കെ നിങ്ങളുടെ സ്വന്തം റിസ്കിലാണ്. അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഒരുപാട് നല്ല നല്ല വീഡിയോസ് വരും. ട്രാവൽ വീഡിയോസാണ് കൂടുതൽ ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനിയും നല്ല നല്ല ട്രാവൽ വീഡിയോസ് എന്തായാലും ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.